കൊടൈക്കനാലിൽ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത് ഈ ഹോട്ടലിലാണ് കേട്ടോ. വലിയ ക്വാളിറ്റി ഒന്നുമില്ല, എങ്കിലും 7,000 വാങ്ങി. വേറൊരു കാര്യം, അത്യാവശ്യം വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. രാവിലെ 8 മണിക്ക് മുന്നേ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഇവിടെ അവർക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്, നല്ല ക്വാളിറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇവിടുന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഞങ്ങളെ വണ്ടി എടുത്തില്ല, പകരം ഈ ഹോട്ടലിൻ്റെ വണ്ടിയാണ് എടുത്തത്. അത് അബദ്ധമായിന്ന് പിന്നീടാണ് മനസ്സിലായത്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്തായാലും നമ്മൾ കുറച്ച് രാവിലെ തന്നെ ഇറങ്ങി, കാരണം ഇവിടെയെല്ലാം നല്ല ട്രാഫിക് ഉണ്ടാവും. ഈ ട്രാഫിക്കിൽ നമുക്ക് സമയത്ത് ഓടി എത്താൻ പറ്റത്തില്ല. ഇന്നലെ വൈകുന്നേരം നമ്മൾ വന്നപ്പോൾ ഇവിടെയെല്ലാം ഭയങ്കര ട്രാഫിക്കായിരുന്നു. തലനാരഴയ്ക്കാണ് വണ്ടിക്കൊന്നും പറ്റാതെ രക്ഷപ്പെട്ടത്. കുറച്ച് മുന്നോട്ടെത്തിയപ്പം ഇവിടെയൊക്കെ ട്രാഫിക്കായി തുടങ്ങി. നല്ല ട്രാഫിക്കായി കഴിഞ്ഞാൽ നമുക്ക് സമയത്ത് സ്ഥലങ്ങളിലൊന്നും ഓടിയെത്താൻ പറ്റത്തില്ല. ഈ കൊടൈക്കനാലിൽ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് മോയർ പോയിന്റിലേക്കാണ് കേട്ടോ. ഈ പോകുന്ന വണ്ടികളെല്ലാം മോയർ പോയിന്റിലേക്ക് പോകുന്നതാണ്. കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ഉണ്ട് മോയർ പോയിന്റിലേക്ക്. ഇവിടെ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ നടന്നു. ഞങ്ങളിവിടെ എത്തിയപ്പം ഏകദേശം 9:30 മണിയായി. ഈ സമയത്ത് ഇവിടുത്തെ തിരക്ക് കണ്ടോ. 1929 തോമസ് മോയർ എന്നൊരു എഞ്ചിനീയറാണ് ബെർജിമ ലേക്ക് വരെയുള്ള ഈ റോഡ് നിർമ്മിച്ചത്. ആ എഞ്ചിനീയറുടെ സ്മരണാർത്ഥമാണ് ഇതിന് മോയർ പോയിന്റ് എന്ന പേരിട്ടിരിക്കുന്നത് കേട്ടോ. രാവിലെ ആണെങ്കിലും നല്ല തിരക്കുണ്ട്. ഇതൊരു വ്യൂ പോയിന്റാണ്. ഇവിടെ നോക്കിങ്ങനെ നിന്നാൽ സമയം പോകുന്ന അറിയത്തില്ല. താഴെ നിന്ന് നിങ്ങൾ നോക്കുന്നതിനേക്കാളും കൂടുതൽ ഭംഗി ഈ അപ്പർ ഡക്കിൽ കയറിയാൽ കിട്ടും. വേറൊരു കാര്യം, ഇതിപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് പതിവിലും കൂടുതൽ തിരക്കുണ്ട്. കുറച്ചു നേരം നിന്നിട്ട് നേരെ മുകളിലോട്ടൊന്ന് കയറി. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച ഉണ്ടല്ലോ, മോനെ, വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നല്ല തെളിഞ്ഞ ആകാശം മുട്ടക്കിടക്കുന്ന പച്ച മലകൾ, ഒപ്പം നല്ല കോടയും. ഒരു ഫ്രെയിമിനകത്ത് വരച്ചു വെച്ചതുപോലെ തോന്നും കണ്ടാൽ. തിരക്കില്ലാത്ത സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ കാഴ്ചകളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കണ്ടോ, എന്തോരം വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്, എത്രമാത്രം ആളുകളാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നതെന്നറിയോ. നിങ്ങൾ കൊടൈക്കനാൽ വരികയാണെങ്കിൽ ഈ മോയർ പോയിന്റ് ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. വളരെ മനോഹരമായ ഒരു സ്പോട്ടാണ് ഈ മോയർ പോയിന്റ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി പോകേണ്ടത് പൈൻ വാലിയിലേക്കാണ്. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററേ ഉള്ളൂ പൈൻ വാലിയിലേക്ക്. ഇവിടുന്ന് കുറച്ചങ്ങോട്ടേക്ക് പോയപ്പോഴേക്കും ട്രാഫിക്കായി. പിന്നെ അവിടെ നിന്ന് നടന്നാണ് ഈ പൈൻ വാലിയിലെത്തിയത്. അകത്ത് കയറിയപ്പോൾ തന്നെ നല്ല തിരക്കാണ്. ഒരു പക്ഷേ സീസൺ ആയതുകൊണ്ടായിരിക്കും ഇത്രയധികം തിരക്ക്. താല്പര്യമുള്ളവർക്ക് കുതിരപ്പുറത്ത് കയറി ഇതിലേ കൂടെ ഒന്ന് ചുറ്റി കറങ്ങി കിടക്കാം. അത് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ ഞാനും ഈ കുതിരപ്പുറത്തുനിന്ന് കയറി. ഒരാൾക്ക് 200 രൂപയാണ് ഈ കുതിരപ്പുറത്ത് റൈഡ് ചെയ്യുന്നതിന്. ഏകദേശം ഒരു 50 മീറ്റർ മാത്രമേ അവർ കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 200 രൂപയ്ക്ക് ഈ റൈഡിങ് ഒരു നഷ്ടമാണ്. അങ്ങനെ ഞാനും ഈ പൈൻ വാലിയിലൂടെ കുതിരപ്പുറത്ത് ഒന്ന് ചുറ്റി വന്നു. എന്തൊക്കെയായാലും കുതിരപ്പുറത്ത് ഇതുപോലെ പോകുന്നത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഇവിടെ വരുന്നവരിലധികവും ഈ ഹോഴ്സ് റൈഡ് എടുക്കുന്നുണ്ട്. കുറച്ച് ടൈം കുറഞ്ഞു പോയി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഹോഴ്സ് റൈഡ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നല്ല തണുത്ത കാലാവസ്ഥയിൽ പൈൻ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കാം, ഒപ്പം നല്ല ഫോട്ടോസും എടുക്കാം. അങ്ങനെ ഈ പൈൻ മരങ്ങളുടെ കാഴ്ചയൊക്കെ കണ്ടേ കുറേ നേരം ഇങ്ങനെ നിന്നു. സമയം പോയത് അറിഞ്ഞതേയില്ല. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഇനിയും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. പൈൻ വാലിയിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോയത് ഗുണ കേവിലേക്കാണ് കേട്ടോ. പൈൻ വാലിയും ഗുണ കേവും തമ്മിൽ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷം കൊടൈക്കനാലിലെ ട്രെൻഡിങ് സ്പോട്ടാണ് ഗുണ കേവ്. മുമ്പൊന്നും കാണാത്ത അത്രയധികം സഞ്ചാരികൾ ഇന്ന് ഗുണ കേവിൽ വരുന്നുണ്ടെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. സത്യത്തിൽ ഈ ഗുണ കേവ് ഒരു കാട്ടിലാണുള്ളത് കേട്ടോ. നമ്മൾ പോകുന്നത് ഒരു കാട്ടിനകത്തോട്ടാണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരുപാട് പേര് ഗുണ കേവിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്നുണ്ട്. ദാ കാണുന്ന ബോർഡ് കണ്ടോ, ഗുണ കേവ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന. ഇവിടെ വന്ന് എല്ലാവരും ഫോട്ടോ എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞാനും നേരെ താഴോട്ടേക്ക് ഇറങ്ങി കേട്ടോ. ദാ അവിടുത്തെ തിരക്ക് കണ്ടോ. ഇവിടെ കംപ്ലീറ്റ് മഞ്ഞുമൽ ബോയ്സിൻ്റെ തരംഗമാണ്. റീൽസും ഷോർട്സും ഒക്കെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. ചെറുപ്പക്കാർ മാത്രമല്ല കേട്ടോ, കുട്ടികളും പ്രായമായവരും സ്ത്രീകളും ഒക്കെ എത്തിയിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. 1821 ബ്രിട്ടീഷ് ഓഫീസറായിരുന്ന BS വാർണറാണ് ഈ ഗുഹാദ്വാരം ആദ്യമായിട്ട് കണ്ടെത്തിയത്. അദ്ദേഹം ഇതിന് ഡെവിൾസ് കിച്ചൺ എന്ന് പേര് വിട്ടു. കമൽഹാസന്റെ ഗുണ എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഇത് കുറച്ചുകൂടി പോപ്പുലർ ആയത്. ഇതിനിടയ്ക്ക് ഒരുപാട് പേര് ഈ ഗുഹയിൽ വീണ് മരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പോകുന്ന പല ഭാഗത്തും ഇരുമ്പ് കമ്പികളിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. 2000 മുതൽ 2016 വരെ ഏകദേശം 16 പേരോളം ഈ ഗുഹയിൽ വീണ് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കാലം ഇത് അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷം ഇവിടെ വരുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണുള്ളത്.
ഇതുപോലെ പല സ്ഥലങ്ങളിലും വലിയ വലിയ ഹാളുകളുണ്ട്. അതെല്ലാം കമ്പി വെച്ച് അവർ അടച്ചു വെച്ചിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരടക്കം എന്തോരം ആൾക്കാരാണ് വരുന്നത് നോക്കിയേ. ഇവിടെയും ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. ഒന്നുകിൽ നമുക്ക് താഴെ നിന്ന് നോക്കാം, അല്ലെങ്കിൽ ഈ അപ്പർ ഡക്കിൽ കയറി നോക്കാം. അപ്പർ ഡക്കിലൊക്കെ വൻ തിരക്കാണ്. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാനും ഇതിൻ്റെ മുകളിലോട്ട് കയറി. ഞാനിതിൽ കണ്ട വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇതിനകത്ത് എത്ര പേർക്ക് നിൽക്കാമെന്ന് ഒരു ഇൻസ്ട്രക്ഷൻ ഒന്നുമില്ല. വരുന്ന മാക്സിമം ആൾക്കാർ ഇതിനകത്ത് ഇടിച്ചു കയറുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കണ്ടോ? മഞ്ഞും മലയും വേറെ ലെവലാണ് കേട്ടോ. കുറച്ചു നേരം കൂടി ഇവിടെ നിന്ന് ഇങ്ങനെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ പേടിച്ചിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. ഈ പ്ലാറ്റ്ഫോം നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. ഇതിനകത്ത് എത്ര പേർക്ക് കയറാമെന്നൊരു ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് കൃത്യമായ അളവിൽ ആൾക്കാരെ കയറ്റിയില്ലെങ്കിൽ അത് ചിലപ്പോൾ വലിയ ദുരന്തമാവും. കാരണം ഇതിന് തൊട്ട് താഴെ ആയിരക്കണക്കിന് അടി താഴ്ചയാണ്. ഇപ്പോഴും ഇവിടെ നിയന്ത്രിക്കാൻ പോലീസോ ഗൈഡോ ഒന്നും തന്നെ ഇല്ല. ഇത് കണ്ടോ, ഇത് വലിയൊരു കുഴിയാണ്. കംപ്ലീറ്റ് നെറ്റ് ഒടിച്ച് അടച്ചിട്ടുണ്ട്. വേറൊരു കാര്യം കേട്ടോ, ഇവിടെ വന്നിരുന്ന് ഫോട്ടോ എടുത്തും ഈ കാഴ്ചകളൊക്കെ കണ്ടുവരുന്നാൽ സമയം പോണത് അറിയത്തില്ല. ഇനി ഈ കമ്പി വേലി കണ്ടോ, ഇതിനപ്പുറത്താണ് ഗുണ കേവ്. അങ്ങോട്ടൊന്നും ഇപ്പോൾ ആർക്കും ഇറങ്ങി പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ വരുന്നവർ ഈ ഭാഗത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കും. ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസായ ഗുഹകളിലൊന്നാണ് കേട്ടോ ഗുണ കേവ്. അതിൻ്റെ ഭീകരത ഈ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഗുണ കേവിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും നമ്മുടെ യാത്ര തുടങ്ങി. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഗോൾഫ് ക്ലബ്ബ്. ഇതിനകത്ത് കയറാൻ നമുക്ക് അനുവാദം ഉണ്ടാവില്ല. ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഗോൾഫ് ക്ലബ്ബൊക്കെ കണ്ടുപോകാം. ഇന്ന് ഉച്ചയായപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. ഈ തണുപ്പത്ത് ഇതുപോലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുള്ളൊരു യാത്ര സുഖകരമല്ലേ. ഈ കോക്കസ് വാക്കിലൂടെ നടന്ന് നമ്മൾ നേരെ എത്തുന്നത് ബ്രയാൻ പാർക്കിലേക്കാണ്. ഇതിലൂടെ നമ്മൾ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതാണ്. എത്ര കണ്ടാലും മതി വരാത്ത മനോഹരമായ കാഴ്ചകൾ. കണ്ണെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചക്കുന്നുകളും തണുത്ത കാലാവസ്ഥയും കോടമഞ്ഞും വല്ലാത്തൊരു ഫീലാണ് ഇതിലേക്കൂടെ നടക്കാൻ. അങ്ങനെ നമ്മൾ നടന്ന് നേരെ ബ്രയാൻ പാർക്കിലെത്തി. 1908 മധുരയിൽ നിന്നുള്ള ഫോറസ്റ്റ് ഓഫീസറായിരുന്ന ബ്രയാൻഡാണ് കൊടൈക്കനാലിൻ്റെ തടാകത്തിൻ്റെ തീരത്ത് ഇത്രയും മനോഹരമായ ഒരു പാർക്ക് സ്ഥാപിച്ചത്. അന്നതൊരു ചെറിയ പാർക്കായിരുന്നെങ്കിൽ ഇന്നത് 20 ഏക്കറിലായിട്ട് പരന്നു കിടക്കുന്ന ബൊട്ടാണിക്കൽ ഗാർഡനാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നട്ടു വളർത്തിയ വ്യത്യസ്ത ഇനം മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെയാണ് ഈ പാർക്കിൻ്റെ പ്രത്യേകത. കൊടൈക്കനാലിൽ വരുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രം കൂടിയാണ് ഈ പാർക്ക്. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഒരുപാട് മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ കൊണ്ട് സമൃദ്ധമാണ് ഈ പാർക്ക്. കൊടൈക്കനാലിൽ വരുന്ന സഞ്ചാരികളുടെ പ്രധാന ഫോട്ടോ സെഷൻ കേന്ദ്രം കൂടിയാണ് ബ്രയാൻ പാർക്ക്. അങ്ങനെ കുറച്ചു നേരം പാർക്കിൽ നിന്നിട്ട് അവിടെ നേരെ പുറത്തിറങ്ങി. ഇനി ഇതുവഴി നേരെ നടന്നു പോകുന്നത് ലേക്കിലേക്കാണ്. ഇതാണ് കൊടൈക്കനാൽ ലേക്ക്. ബോട്ടിംഗ് ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് ഈ സൈക്കിള്. ഇത് നമുക്കെടുത്ത് ഈ കനാലിന് ചുറ്റും സൈക്കിൾ ചവിട്ടി വരാം. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ കനാലിൻ്റെ പല ഭാഗത്തും ഇതുപോലുള്ള സൈക്കിളുകൾ വെച്ചിട്ടുണ്ട്. ഒരു സൈക്കിളിന് 50 രൂപയാണ് റേറ്റ്. 1 മണിക്കൂറാണ് സമയം. സൈക്കിൾ ചവിട്ടി തിരിച്ചു വരുമ്പോഴത്തേക്കും ഏകദേശം 4 കിലോമീറ്റർ നമ്മൾ ചുറ്റിയിട്ടുണ്ടാവും. ഈ കാഴ്ചകളൊക്കെ കണ്ട് സൈക്കിൾ ചവിട്ടി ഇങ്ങനെ പോകുന്നത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്.